بسم الله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് ഒരു റമദാൻ നമുക്ക് ലഭിച്ചു. അതിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ പരിപൂർണമായ തലത്തിൽ നിന്ന് തന്നെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം വരുന്ന ഏതാനും മണിക്കൂറുകൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരപ്പെടുത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണമായിട്ടാണ് ജീവിതവും മരണവും നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉദ്ദേശങ്ങളും പ്ലാനുകളും ഒക്കെ നമുക്ക് ജീവിതത്തിലുണ്ടാവും. എന്നാൽ അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നുകൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ടോട്ടലി അൺപ്രെഡിക്റ്റബിൾ ആണ്. യാതൊരു രൂപത്തിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരറിവും ഇല്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് സംഭവിക്കുക എന്ന് ഒരു നഫ്സിനും അറിയില്ല. നാളെ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത സെക്കൻഡ് വേണമെങ്കിലും മാറ്റി വായിക്കാം. നമ്മൾ എന്തൊക്കെ എത്ര വലിയ പ്ലാനുകൾ ഇട്ടാലും അടുത്ത ഒരു സെക്കൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത അത്ര ദുർബലരാണെന്ത് മനുഷ്യന്മാർ. നമ്മുടെ ജോലി എത്ര സേഫ് ആയിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിലും, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും സർക്കാർ ജോലിനെ കുറിച്ച് പറയാറുണ്ട്, സേഫായിട്ടുള്ള ജോലിയാണ്. പക്ഷെ അതിൽ പോലും ഒരു സ്ഥിരതയും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. പുതിയ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര സേഫായിട്ടുള്ള ഒരു സോണിലാണെങ്കിലും ചിലപ്പോൾ ഒരു മാനേജർ നമ്മുടെ മേലുള്ള നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ മരണപ്പെട്ടാൽ അതോടുകൂടി എന്ത് ചെയ്യും? അത് അവതാളത്തിലായേക്കും. ഇനി നേരെ തിരിച്ചു ആവാം, ഒരു ജോലിയും ഇല്ലാതെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു നല്ല ജോലിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥാനക്കയറ്റമായിട്ടോ അതല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയേക്കാം. ആരോഗ്യം, ഒരു തലവേദന. ഇപ്പം ഇന്നലെ അതോ മിനിയാന്നോ നാട്ടിലെ സ്റ്റേറ്റ് കൗൺസിലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാണ്. തലവേദനയായിട്ട് മോളെയും കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. പക്ഷേ ബ്രെയിൻ ട്യൂമറാണ്. നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലോ പോയിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു രോഗം ആദ്യമായിട്ട് കേൾക്കുന്ന ആ ചെക്കപ്പിലൂടെ ആയിരിക്കും. നേരെ തിരിച്ചു ആവാം, ഇനി ഒരിക്കലും മാറൂല എന്ന് ഡോക്ടർമാരൊക്കെ വിധി എഴുതിയ രോഗവുമായിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോരുമ്പോൾ പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് എന്ത് ചെയ്യാം? അത് മാറുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. മക്കൾ, കുടുംബം ഒക്കെ, മക്കളില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ ആൺമക്കൾ മാത്രമുള്ളവർ പെൺമക്കൾ ആഗ്രഹിക്കുന്നവർ, പെൺമക്കളിൽ മാത്രമുള്ളവർ ആൺമക്കൾ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഒരു മക്കളും ഇല്ലാത്തവർ ഒരു കുട്ടീനെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇനി മക്കളെല്ലാം ഉള്ളവരോ ചിലപ്പോൾ അവരെ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ വഴി നടത്താൻ സാധിക്കാത്തവരുണ്ടാവും. നേരെ തിരിച്ചു ആവാം, നമ്മളെ തൃപ്തിപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ മാത്രം എല്ലാ രൂപത്തിലും
സന്തോഷം മാത്രം ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു കുടുംബ സാഹചര്യവും മക്കളായാലും ഭാര്യയായാലും എല്ലാ രൂപത്തിലുണ്ടാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. പറയുന്നത് ഇതിനൊക്കെ എന്താണ്, പലതിനും പ്രോബബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ പോസിബിൾ ആണല്ലോ. അതായത് ചിലപ്പോൾ നമ്മളെങ്ങനെ അറിയും, ഇല്ല അങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല, പക്ഷെ അങ്ങനെ സംഭവിക്കൂല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ആർക്കും കഴിയൂല. നേരത്തെ പറഞ്ഞ ആയത്ത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക, എന്താണ്, ഒമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും തന്നെ യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുലിഖൽ ഇൻസാനു ദഈഫൻ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പം ആ ദുർബലതയോടുകൂടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പലതും അത് പാളിപ്പോയേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് പലതും കിട്ടിയേക്കാം. ഇവിടെ ഒന്നും നമുക്ക് എന്തിന് അവകാശമില്ല, അഹങ്കരിക്കാൻ അവകാശമില്ല. അതുപോലെ തന്നെ അവിടെ അമിതമായിട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെടാനുള്ള അവകാശവും നമുക്കില്ല. ഇതൊക്കെ പറഞ്ഞ് ഇതിന് ചേർത്തൊരായത്ത് കൂടി വായിച്ചാൽ അത് ക്ലിയർ ആവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ തൊട്ട ശേഷം പറയുന്ന ആയത്ത് ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാതിരിക്കാനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൻ്റെ പേരിൽ ഓവറായിട്ട് എന്ത് ചെയ്യണ്ട, അഹങ്കരിക്കുകയും വേണ്ട. അൽ കിബ്റു ബതറുൽ ഹഖ് വ ഗംതുൻ നാസ് കമാ ഖാല റസൂൽ. അഥവാ പിന്നെ കിബർ എന്ന് പറഞ്ഞ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകളൊക്കെ ചെറുതായി കാണലും അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കലുമാണല്ലോ. കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ തന്നെ മതി, ഒരു സ്വയം പര്യാപ്തത ഫീൽ ചെയ്യുന്നൊരവസ്ഥ. ആരെയും വേണ്ട, എനിക്ക് സപ്പോർട്ടൊന്നും ആരും വേണ്ട, ഞാൻ തന്നെ നോക്കിയാൽ മതി, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് തന്നെ സാധിക്കും എന്ന ഒരവസ്ഥ. അതൊരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. നേരെ തിരിച്ചു പോകാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എത്ര മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും അവിടെ എന്ത് ചെയ്യരുത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ നിരാശപ്പെടാനും പാടില്ല എന്നും എന്ത് ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഇത് രണ്ടും പാടില്ല, അഹങ്കരിക്കാനും പാടില്ല, എന്തും പാടില്ല, നിരാശപ്പെടാനും പാടില്ല. പക്ഷെ പൊതുവെ സംഭവിക്കുന്ന എന്താ, പല നിരാശപ്പെടലുകളാണ്. ഞാൻ എന്തൊക്കെ ചെയ്തതാണ്, ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണ്, ഒരുപാട് വർഷങ്ങൾ മെനക്കെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു ബാഡ് ന്യൂസ് കിട്ടുന്ന അവസ്ഥകളുണ്ടാവും. പലപ്പോഴും പറയാറുള്ളത് ഞാൻ അങ്ങനെ അത് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെ അങ്ങനെയല്ല ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ, അല്ലെങ്കിൽ ആ ജോലിയിൽ അന്ന് കയറാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ പലതും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അവിടെ തന്നെ മുറിച്ചു ലൗ എന്നുള്ള വാക്കുകൾ പറയുന്നത്, എങ്കിൽ എന്നുള്ളത്. കാരണം അത് പറയുന്നത് തഫ്തഹു ബാബ ശൈത്വാൻ, അത് പിശാചിലേക്കുള്ള വഴിയെ തുറക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചിലർക്ക് നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ നടക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ദേഷ്യം വരും, അത് പിന്നെ വേറെ പല ഘട്ടങ്ങളിലേക്ക് മാറിപ്പോവും. അതുപോലെ തന്നെ ചിലർ ആത്മഹത്യ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ ആളുകളുടെ നിലപാടുകളാണ്. നേരത്തെ പറഞ്ഞ നാളെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയും ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് അതിൽ റോളുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അഹങ്കരിക്കാൻ, നമുക്ക് നല്ലത് കിട്ടിയാൽ അവിടെ അഹങ്കരിക്കാനും പാടില്ല, അതല്ല നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊന്നും ഓവറായിട്ട് അവിടെ നിരാശപ്പെടാനും പാടില്ല. പക്ഷേ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്, ഈ പറയപ്പെട്ട രൂപത്തിൽ എന്തൊക്കെ ഈ വിഷയങ്ങളായിരിക്കും. ഓവറായിട്ട് നിരാശപ്പെടുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ദേഷ്യം പിടിച്ച് നടക്കുന്നവരുണ്ട്, അഹങ്കരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് നടക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി അവിടെ എന്താ ചെയ്യേണ്ടത്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ ചെയ്യാം. നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യാം. കുടുംബത്തെ പോറ്റണം, കടം തീർക്കണം, എന്താണ് ചെയ്യേണ്ടത്? നല്ല ജോലി അന്വേഷിക്കണം, ജോലി ചെയ്യണം, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ചെയ്തു എന്നിട്ട് ചിലത് എന്തുണ്ടാവില്ല, ചിലതിൽ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാനുകൾ മുന്നോട്ട് എത്തിപ്പെടുകയും ചെയ്തേക്കാം.
അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ അത് ചെയ്യുകയും ബാക്കി പടച്ചവനെ വിടണം. വതവക്കലാണ് അല്ലാഹ്. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിട്ടുകൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വളരെ ഭംഗിയായിട്ട് സൂറത്തു സുമറിലെ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ അറഅയ്തും ഔ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല്ലതും കഴിയുമോ? ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഔ അറാദനി ബി റഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി. എനിക്ക് എന്തെങ്കിലും നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ അവർക്ക് കഴിയുമോ? എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന് നിങ്ങൾ പറഞ്ഞു കൊള്ളുക. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവനിലാണ് തവക്കുൽ ചെയ്യുന്നവർ തവക്കുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തവക്കുലുണ്ട്, തവാക്കുലുണ്ട്. തവാക്കുൽ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട പണിയൊന്നും ചെയ്യാതെ പടച്ചവനുണ്ടല്ലോ ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞിരിക്കുന്ന അത് തവാക്കുൽ, അത് പാടില്ലാത്ത. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദുർബല, വക്കല എന്നുള്ള പദം ഡിക്ഷണറിയിൽ പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുക. ഇപ്പോൾ വക്കാലത്ത് എന്നുള്ള ഒരു ബാബ് തന്നെ ഫിഖ്ഹിൽ കാണാൻ സാധിക്കും. വക്കാലത്ത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരാളെ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന വിഷയങ്ങളാണ്. വിവാഹം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അതല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വേറൊരാളെ ഏൽപ്പിക്കും, ഇതൊന്ന് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കും. ഇതിനാണ് വക്കാലത്ത് എന്ന് പറയും. അതിനെ ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ നമ്മുടെ ദുർബലത കാരണം നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ അതിൻ്റെ അൾട്ടിമേറ്റ് ലെവലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, തവക്കുൽ എന്നുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏൽപ്പിക്കുക. കാരണം എന്താ, 100% ഉറപ്പാണ് നമുക്ക് ഇവിടെ എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ആയത്തുകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊന്നും അറിയൂല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരു നിശ്ചയവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കി അല്ലാഹുവിന് തവക്കുൽ ചെയ്യും. അപ്പം ഉണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഇതിനെ ഒരുപാട് രൂപത്തിൽ പണ്ഡിതന്മാർ തഫ്സീർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ആയത്താണ്. ഒരു അത്ഭുതമാണ് ഈ ആയത്ത്. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഇവിടെ ഇഹ്തസബ എന്നുള്ളത് പ്രതീക്ഷിക്കുക എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ കണക്ക് കൂട്ടുക എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ കണക്കില്ലാതെ എന്ന രൂപത്തിൽ അർത്ഥം പറഞ്ഞവരുമുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും, റിസ്ക് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരും. അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടാത്ത രൂപത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യുന്നത്, പല റിസ്കുകളും കൊണ്ടുചെന്ന് തരുന്നത്. നേരെ തിരിച്ച് കണക്കില്ലാത്ത രൂപത്തിലും ആയിരിക്കാം. ഈ രൂപത്തിലൊക്കെ ഇതിനെ തഫ്സീർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കാണ്, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ തവക്കുൽ ചെയ്താൽ തീർച്ചയായും എന്ത് കിട്ടും, അവന് ഒരു പക്ഷി വെറും വയറോടുകൂടി തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുന്ന എന്താണ്, തിരിച്ചു വരുമ്പോൾ ഹിമാസൻ വയറ് നിറച്ചിട്ട് അതിനുള്ള ഭക്ഷണം എവിടെയോ ഉണ്ട് എന്നതുപോലെ പടച്ചോനിൽ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ളതൊക്കെ എന്ത് ചെയ്യും, പടച്ചോൻ നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചു തരും എന്നുള്ളത് എന്താ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുകയും ബാക്കി അള്ളാഹുവിന് തവക്കുൽ ചെയ്യുകയും ചെയ്തതിന് ശേഷവും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കൂല നടക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കൂല. നമ്മൾ അള്ളാഹുവിന് തവക്കുൽ ചെയ്ത ഈ രൂപത്തിൽ ഇത് നടക്കണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ചിലപ്പോൾ അത് നടന്നോളണമെന്നില്ല. കാരണം എന്തായിരിക്കും, നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞ ആ ഒരു കാര്യം ഒരുപക്ഷെ അതായിരിക്കും നമുക്ക് നല്ലത് എന്ന് പൂർണ്ണമായിട്ട് പറയാനുള്ള ഒരു അവസ്ഥയുമില്ല. നേരെ തിരിച്ചും ചിലപ്പോൾ ആയേക്കാം. ഇപ്പോൾ ഒരു വലിയൊരു ഉദാഹരണം പറയാം. ഹുദൈബിയ സന്ധിക്ക് പോയി അവിടുത്തെ കരാറുകൾ ഓരോന്ന് കേട്ടപ്പം സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടായി. കാരണം പരിപൂർണമായും മുസ്ലിങ്ങൾക്ക് മാത്രം പിന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള കുറേ നിയമങ്ങളായിരുന്നു അവർ തയ്യാറാക്കിയിരുന്നത്. അതൊക്കെയായിരുന്നു അവിടെ അംഗീകരിക്കേണ്ടി വന്നത്. പക്ഷെ തിരിച്ചു വന്നു. പിന്നീട് ആ ഹുദൈബിയ സന്ധിയാണ് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ആ ഫത്ഹ ആയിട്ട് മാറിയത്. എന്തായിരുന്നു? ആ ഹുദൈബിയ സന്ധിയായിരുന്നു. രോഗം വരുന്നത്, ആ രോഗം ഒരു പക്ഷേ നമുക്ക് ഭയങ്കര പ്രയാസവും കാര്യങ്ങളും ആയിരിക്കും. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ചെയ്ത പല തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു മാർഗമായിരിക്കും എന്ത്, ആ രോഗം.
അതുപോലെ തന്നെ മറ്റേത് പ്രയാസമാണെങ്കിലും ആ പ്രയാസങ്ങൾ ലഭിക്കുന്നത് മൂലം നമ്മൾ ക്ഷമിക്കുകയും ആ ക്ഷമ മൂലം ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് പറയുന്നുണ്ടല്ലോ, മഅയ്യത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത് ലഭിക്കാൻ തക്ക രൂപത്തിൽ ക്ഷമിക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ചെയ്യുന്നത് ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് തരുന്നത്. ആ രൂപത്തിൽ തവക്കുൽ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ വിധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. അത് നല്ലതാണ് ചീത്തതാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒരു കാര്യമായേക്കാം, പക്ഷെ എന്തായിരിക്കും അതിൽ പല നന്മകളും ഉണ്ടാവാം. നമുക്ക് അപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പിന്നെ കുറെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവും അന്നാ സംഭവിച്ചത് കാരണമാണല്ലോ. അന്ന് നമ്മൾ എത്ര അത് നമ്മൾ ആലോചിക്കൂല. ആ സംഭവിച്ച സമയം നമ്മൾ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ എത്ര കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒന്നും ആലോചിക്കൂല. അത് പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നന്മയായിട്ട് മാറുമ്പം പറയും ആ അന്ന് സംഭവിച്ചുകൊണ്ടാണിത്. പക്ഷെ അത് അപ്പം എന്ത് ചെയ്യില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. അസാൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും, നേരെ തിരിച്ചു ആവും. നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന അസാൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൽ ലക്കും ഔ കമാ ഖാല അല്ലാഹ്, നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതെന്തായേക്കാം, അത് വളരെ മോശമായിട്ട് പര്യവസാനിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരിക്കാം. മരണമാണെങ്കിൽ പോലും അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിലുണ്ടല്ലോ, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യൻ അയാളുടെ മകൻ മരണപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് ചോദിക്കുകയാണ്, മാദാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? ഞാൻ അവൻ്റെ കൽബിൻ്റെ എന്ന രൂപത്തിൽ ഹദീസിൽ വരുന്ന ലഫ്സ് എനിക്ക് ഓർമ്മയില്ല, ഏതായിരുന്നാലും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ കുട്ടിയെ ഞാൻ തിരിച്ചെടുത്തപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. മലക്ക് പറഞ്ഞു ഹമീദക ഔ കമാ ഖാൽ, നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതെങ്ങനെ പറയാൻ കഴിയാം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരാൾ മരണം കേട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിയേറെ കിട്ടുമല്ലേ, അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. പക്ഷെ അത് പറയാൻ കഴിയും ഒരു സത്യവിശ്വാസിക്ക് എപ്പോ? കാരണം ആ മകനെ ഒരു കുട്ടിയെ കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമുക്കൊരു കുട്ടിയെ കിട്ടും, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും എന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അവിടെ ലേബർ റൂമിൽ പോയിട്ട് കുട്ടിക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുമ്പോൾ പോലും ആ കുട്ടി ജീവനോടെ പുറത്ത് വരും നമുക്ക് ഉറപ്പുണ്ടോ? കുട്ടി പുറത്ത് വരുമ്പോഴും കണ്ണും കാതും കേൾവി ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാന്നല്ല, ആരെങ്കിലും നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ടോ? ഒരു പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുട്ടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, നമുക്ക് ആരെങ്കിലും ഉറപ്പ് വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ലോകത്ത് എത്രയോ ആളുകൾ കുട്ടിയെ പോലും കിട്ടാത്ത ആളുകൾക്കിടയിൽ പടച്ചോൻ എന്നെ തെരഞ്ഞെടുത്ത് എനിക്കൊരു മകനെ തന്നു, ഒരു മകളെ തന്നു, കുറച്ച് ദിവസങ്ങളാണെങ്കിലും ആ കുട്ടിയുടെ കൂടെ ജീവിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്ക് കിട്ടിച്ചു, അൽഹംദുലില്ലാ. ഇന്ന ലില്ലാഹി മാ അഅ്ത, പടച്ചോൻ തന്നതൊക്കെ പടച്ചോനുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, ഞങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അപ്പൊ ആ രൂപത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സമയത്തെക്കുറിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ശേഷം പിന്നെ നിന്റെ വാപ്പാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വേദനയില്ല. മരണത്തെക്കുറിച്ച് റസൂലിന്റെ തൃപ്തി അറിയിക്കുന്ന വാക്കുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അങ്ങനെ നമ്മൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം വളരെ അത്ഭുതമാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവനെന്താണ്, നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് സത്യവിശ്വാസിക്ക് മാത്രം കിട്ടുന്നതാണ്, അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാക്കാണ് വലാകിന്ന അക്സറന്നാസ്, അല്ലെങ്കിൽ അക്സറഹും എന്നൊക്കെ. അക്സർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ, ഭൂരിഭാഗം. അതിനുശേഷമുള്ള പദങ്ങൾ ഖുർആൻ എവിടെ നോക്കിയോളൂ, ലാ യഷ്കുറൂൻ അല്ലെങ്കിൽ യക്ഫുറൂൻ എന്ന രൂപത്തിലായിരിക്കും. നന്ദി കാണിക്കാത്തവരാണ്, അല്ലെങ്കിൽ മോശം പ്രവർത്തികൾ ചെയ്യുന്നവരാണ് എന്ന രൂപത്തിലായിരിക്കും. ഖലീൽ എന്നുള്ള പദം ഖുർആനിൽ എവിടെ നോക്കിയോളൂ, അവിടെ ഒക്കെ അതിന് ശേഷം നല്ലതും ഉണ്ടാവും. ഖലീലുൻ മിൻ ഇബാദി യശ്കുർ,
ഖലീലൻ മാ തതദക്കറൂൻ. ചിന്തിക്കുന്നവർ, ബുദ്ധിയുള്ളവർ, അതുപോലെ തന്നെ നന്ദി കാണിക്കുന്നവർ അവരൊക്കെ കുറച്ചാണ്. അപ്പൊ ആ നന്ദി കാണിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർക്ക് മാത്രം കിട്ടുന്ന ലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, സത്യവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ആ ഒരു ക്വാളിറ്റി. എന്താണത്? ഇൻ അസോബത്ഹു സറാഉ ശകറ. അവൻ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നത് വന്നാൽ നേരത്തെ പറഞ്ഞ നിലപാടുകളൊന്നും ഓനില്ല, അഹങ്കരിക്കൂലോ. ഇതൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഇതെപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. എത്ര വലിയ ഏത് അനുഗ്രഹം നമ്മൾ എടുത്തു നോക്കിയാലും, നമുക്ക് കിട്ടിയ ആരോഗ്യമാവട്ടെ, ജോലിയാവട്ടെ, പിന്നെ മക്കളാവട്ടെ, കുടുംബമാവട്ടെ, എന്ത് അനുഗ്രഹം നമ്മൾ എടുത്തു നോക്കിയാലും അവൻ അവിടെ ഒന്നും എന്ത് ചെയ്യില്ല, അഹങ്കരിക്കൂല. ശകറ, അള്ളാഹുവിന് ശുക്ർ കാണിക്കും, അള്ളാഹുവിന് നന്ദി കാണിക്കും. പിന്നെയോ ഫകാന ഖൈറൻ ലഹു, അത് അവന് നന്മയായിട്ട് ഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ടല്ലോ, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പം കാലിന്ന് ആ നീര് വന്ന് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ എന്തിനാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ശകൂറ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ നന്ദി കാണിക്കണ്ടേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്. വൈൻ അസോബത്ഹു ദർറാഅ സ്വബറ, അവരെന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ എന്ത് ചെയ്യുന്നു? അവന് ക്ഷമിക്കുന്നു. ആ ക്ഷമയും എന്താണ്? ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായിട്ട് ഭവിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഘട്ടങ്ങളിലൂടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദുർബലതയാണ്. നമ്മളെ എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ദുർബലരാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളിലും നമുക്കൊരു റോളും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, പടച്ചോനിൽ തവക്കുലാക്കിയ ബാക്കി. ആ തവക്കുലാക്കിയതിന് ശേഷം പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് നല്ലതായാലും ചീത്തതായാലും അവിടെ എന്ത് ചെയ്യണം എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യവിശ്വാസിക്ക് മാത്രം കഴിയുന്നതുമാണത്. എന്ത്? നല്ലത് കിട്ടിയാൽ നന്ദി കാണിക്കുന്നു, ചീത്തത് കിട്ടിയാൽ അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? അവിടെ അവൻ ക്ഷമ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അല്ലാഹുവിന് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ കുറച്ച് പ്രയാസമുള്ളതാണ്. പക്ഷെ അത് സാധിച്ചു കഴിഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, ഫമൻ റളിയ അൻ റബ്ബിഹി, അങ്ങനെ തന്റെ രക്ഷിതാവിൽ തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യൻ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവനെ കുറിച്ച് തൃപ്തിപ്പെടും. റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. അവർ അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടു, അപ്പോൾ അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു. എന്താ അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ? അല്ലാഹു നൽകിയത് എന്ത് തന്നെയാണെങ്കിലും അതിൽ അവർ തൃപ്തിപ്പെട്ടു. അങ്ങനെ പരിപൂർണമായും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഈമാനിന്റെ അവസാനത്തെ ഇതിലാണല്ലോ പറഞ്ഞ്, ആദ്യം അല്ലാഹുവിലുള്ള വിശ്വാസവും പിന്നെ മലക്കുകളിലുള്ള വിശ്വാസം കൊണ്ട് അവസാനം പറഞ്ഞ ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു. ആ ഖദറിലുള്ള വിശ്വാസം അത് യഥാർത്ഥ രൂപത്തിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിൽ ആ രൂപത്തിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലും പരിപൂർണമായി തൃപ്തിപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു ബൽ റിളൽ അബ്ദി അനില്ലാഹി മിൻ റതാഇജി റിളല്ലാഹി അൻഹു, അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യന് തൃപ്തിപ്പെടാൻ സാധിക്കുന്നു എങ്കിൽ അത് റിസൾട്ട് ആണെന്നാ പറഞ്ഞത്. എന്തിന്റെ റിസൾട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ റിസൾട്ടാണ് എന്ത്? നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടാൻ സാധിക്കുന്നത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പിന്നെ അവസാനം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അള്ളാഹുവിൽ അവന് പരിപൂർണമായിട്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ അവന്റെ ജന്നത്തു ദുനിയ, ദുനിയാവിൽ അവന്റെ സ്വർഗം അതായിരിക്കും. എന്ത് കിട്ടിയാലും ആ ഒരു ഇതിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത്. എത്ര പ്രയാസപ്പെടുത്തുന്ന ഒരു ഖബർ വന്നു കഴിഞ്ഞാലും അതൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചത് അതാണെങ്കിൽ ഞാൻ അതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ഒരു മനസ്സോടുകൂടി പുറത്തിറങ്ങാൻ സാധിക്കാന്നുണ്ടെങ്കിൽ ജന്നത്തു ദുനിയ, ഈ ലോകത്തെ സ്വർഗം എന്ന് പറയുന്നത് അതാണ്. വമുസ്തറാഹുൽ ആരിഫീൻ, ബുദ്ധിയുള്ളവർ, അറിവുള്ളവർ, അവർ റെസ്റ്റ് എടുക്കാൻ സാധിക്കുന്നത്, അവരുടെ അൾട്ടിമേറ്റ് ഏറ്റവും സമാധാനം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് അതാണ്. വനഈമുൽ ആബിദീൻ,
ആരാധനകൾ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതും അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിശദീകരിച്ചു കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ചില ടിപ്സും അത് സ്വായത്തമാക്കാൻ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവുന്ന ഒരു വിഷയമല്ല. അത് കസബിയാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അറിവ് കൊണ്ട്, പഠിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ചിന്ത കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. അള്ളാഹുവിൻ്റെ പേരുകൾ വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ അസ്മാവുകളും സിഫാത്തുകളും വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ പഠിച്ച് അള്ളാഹുവിൻ്റെ അറിവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ചും ഖദാഇനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കമാലിയത്ത്, അള്ളാഹുവിൻ്റെ കമാലിയത്ത് എന്താണ്, അതുപോലെ നമ്മുടെ ദൗർബല്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ഏകദേശം ആയതുകൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിധി എന്ത് തന്നെയായാലും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അവിടെ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചുകൊണ്ട്, നന്ദി കാണിക്കേണ്ടടുത്ത് നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നേരെ തിരിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആ ലവ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നല്ലോ എന്നത് ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ നിരാശ ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ ആ രൂപത്തിൽ പരിപൂർണമായി ജീവിതത്തോട് തന്നെ ഒരു വിരക്തി തോന്നുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി എന്ത് പടച്ചോൻ വിധിച്ചാലും അതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാക്ക് അത് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മീനിന്റെ വായലകപ്പെട്ട സമയത്ത് പറയുന്ന പോലും ഞാൻ എന്നെ രക്ഷപ്പെടുത്തണമെന്നല്ല, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അങ്ങനെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.